കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നും ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. പ്രസ്താവന 1, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. പ്രസ്താവന 2, 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.5% നിലനിർത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിലെ ഓപ്ഷൻസ് നമുക്ക് പ്രസ്താവനകൾ 1, 2 ശരിയാണ്, പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 ശരിയല്ല, അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പ്രസ്താവന 1 എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. അപ്പൊ അത് ശരിയായ ഒരു പ്രസ്താവനയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് എന്ത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ നോക്കി നോക്ക്. 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് എത്ര ശതമാനമായി തന്നെ നിലനിർത്തി? 6.5% തന്നെ 2024 ഏപ്രിലിൽ കൂടിയ മാസത്തിൽ ചേർന്ന പണനയ സമിതി എന്ത് ചെയ്തു? അത് 6.5% തന്നെ നിലനിർത്താൻ തീരുമാനിച്ചു. അപ്പൊ ഇത് രണ്ടും ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ അറിയാവുന്ന ഒരു കാര്യം, നമ്മൾ ഫെബ്രുവരി 2025 കറന്റ് അഫയേഴ്സ് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. ഫെബ്രുവരി 2025 എന്ത് സംഭവിച്ചിട്ടുണ്ട്? റിപ്പോ റേറ്റിന്റെ 6.5 നിന്നും റിപ്പോ റേറ്റ് എത്രയായിട്ട് കുറച്ചിട്ടുണ്ട്? 6.25 ആയിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് റിപ്പോ റേറ്റ്? അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണെന്ന് അറിയോ? ഇതെന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്കിത് കാണാവുന്നതാണ്. ഇത് ഇപ്പൊ തന്നെ ഈ ക്വസ്റ്റ്യൻസ് വന്നു. അപ്പൊ റിപ്പോ റേറ്റ് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് റിപ്പോ റേറ്റ്, അതുപോലെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണെന്നും കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ റിപ്പോ റേറ്റിനെ കുറിച്ച് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ 8ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്കിത് കാണാവുന്നതാണ്. അപ്പൊ എന്താണ് റിപ്പോ റേറ്റ്? കേന്ദ്ര ബാങ്ക് ഒരു സെക്യൂരിറ്റി വാങ്ങുമ്പോൾ ഇത് വീണ്ടും വിൽക്കുന്നതിന്റെ വിലയും തീയതിയും മുൻകൂട്ടി വാങ്ങൽ കരാറിൽ സൂചിപ്പിച്ചിരിക്കും. ഇത്തരം കരാറുകളെ റിപ്പോസ് എഗ്രിമെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ പുനർവിൽപ്പന കരാർ അഥവാ റിപ്പോ എന്നും പറയുന്നു. ഇതിനായി നൽകിയ പലിശ നിരക്കിനെ റിപ്പോ നിരക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ റിപ്പോ നിരക്ക് ഫെബ്രുവരി 2025 ഫെബ്രുവരിയിൽ 6.25 ആക്കിയിട്ടുണ്ട്. 2025 റിപ്പോ നിരക്ക് 6.25 ആക്കി. 6.50 നിന്നാണ് എന്താക്കിയത്? 6.25 ആക്കിയത്. ഇതെന്താണെന്ന് മനസ്സിലായി. റിപ്പോ നിരക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ